ലോകത്താദ്യമായിട്ടായിരിക്കാം ഒരാളെ വെളുപ്പിക്കാൻ ശ്രമിച്ചതിന് മറ്റൊരാൾ ജയിലിൽ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ സമീപകാലത്തെ വിഷയങ്ങളൊക്കെ ഒന്ന് നോക്കൂ. നമ്മളിപ്പോൾ ഈ സമീപകാലത്ത് പൊതുസമൂഹം ചർച്ച ചെയ്ത വിഷയങ്ങളിൽ സമൂഹം എവിടെ നിൽക്കുന്നോ അതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിരുന്നു രാഹുൽ ഈശ്വർ നിന്നിരുന്നത്. അത് എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് ഒരുതരം നെഗറ്റീവ് പബ്ലിസിറ്റി സ്വന്തമാക്കി ആളാകാനുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ ഇവിടെ അത് പാളിപ്പോയി. കാരണം കോടതി കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ഇനി ഏതായാലും തൽക്കാലം ഈ പണി നടത്തണ്ട, നേരെ ജയിലിലേക്ക് പൊക്കോളൂ എന്ന് പറയുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെയാണ് രാഹുൽ ഈശ്വറിന് പാളിപ്പോയത്. പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം ശരിവെക്കുന്നതായിരുന്നു കോടതിയുടെ നിലപാടെന്ന് പറയുന്നത്. വളരെ കൃത്യമായ നിലപാടാണ് പ്രോസിക്യൂഷൻ ആ വിഷയത്തിൽ അവിടെ കോടതിയിൽ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനെയൊക്കെ അംഗീകരിക്കുകയും രാഹുലിനെ ജയിലിലേക്ക് അയക്കുകയും ചെയ്യുന്നു. രാഹുൽ ഈശ്വർ അത് യഥാർത്ഥത്തിൽ അവിടെ അമ്പരന്ന് പോയി എന്നതാണ് വസ്തുത. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ജയിലിലേക്ക് അയക്കുമെന്ന്. അയാൾ പ്രതീക്ഷിച്ചിരുന്ന അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. പകരം അയാളെ ജയിലിലേക്ക് അയക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതൊരു വലിയ പാഠം കൂടിയാണ്. ഈ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുക, സ്ത്രീകൾക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തുക, ഇതൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് സമൂഹം വച്ചു പൊറുപ്പിക്കില്ല, അല്ലെങ്കിൽ സഹിക്കുകയില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം കൂടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ലോകത്ത് ഒരാളെ വെളുപ്പിക്കാൻ പോയതിൻ്റെ പേരിൽ ജയിലിൽ പോകുന്ന റെക്കോർഡ് ഇനി രാഹുൽ ഈശ്വറിന് സ്വന്തമാണ്.